വിഷുവമ്പറുണ്ട്, പ്രേക്ഷകർ കാത്തിരിക്കുക ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത് അറിയാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട പത്രവാർത്തകളൊന്ന് നോക്കിയാൽ മനോരമയിലേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട വാർത്ത ഉടക്കിട്ട് ഗവർണർ എന്നൊരു വാർത്ത. ഈ തിരക്കിനിടയിൽ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കാതെ പോയൊരു മേഖല, സർവകലാശാല ബില്ല് ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് വിട്ടേക്കും എന്നാണ് രാജ്ഭവനിൽ നിന്ന് ലഭിക്കുന്ന സൂചനയെന്ന് മനോരമ പറയുന്നു. ആദ്യ തുടക്കല്ലേ ഇത്? അതായത് ഒരു ശക്തമായ ഉടക്ക് എന്ന നിലയിൽ വരാൻ സാധ്യതയുള്ളത്. മറ്റതിൽ ചെറിയ മാറ്റങ്ങൾ സർക്കാരിനോട് പറഞ്ഞു, സർക്കാർ അത് അംഗീകരിച്ചു. ചില വിഷയങ്ങളിൽ ഗവർണറുടെ പ്രസ്താവനകളോട് എം വി ഗോവിന്ദ മാഷ് വിയോജിച്ചിട്ടുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഗവർണർ സർക്കാർ പോര് വീണ്ടും തുറക്കുകയാണോ, ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന വ്യവസ്ഥകളെന്ന് നിയമോപദേശം. സർവകലാശാല ബില്ലിലാണ് സർക്കാരുമായി പുതിയ ഗവർണറുടെ ആദ്യ ഏറ്റുമുട്ടൽ എന്നാണ് മനോരമ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നിയമസഭ പാസാക്കി രാജ്ഭവനിലേക്ക് അയച്ച സർവകലാശാല ഭേദഗതി ബില്ലുകളിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പിടില്ല. ചാൻസലർ എന്ന നിലയിലുള്ള ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുകയും അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് ബില്ലുകളെന്നാണ് വിലയിരുത്തൽ. ഗവർണർക്ക് ലഭിച്ച നിയമോപദേശവും ഇത് ശരിവയ്ക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കും. ഗവർണർ സർക്കാരിന് തിരിച്ചയക്കുകയാണ് മറ്റൊരു മാർഗം. എന്നാൽ ഇതേ ബിൽ സർക്കാർ വീണ്ടും സമർപ്പിച്ചാൽ ഗവർണർ അംഗീകരിക്കേണ്ടി വരും. അതാണ് നിയമസഭയുടെ ഒരു രീതി പറയുന്നത്. അതുകൊണ്ട് ഗവർണർ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കും എന്ന് പറഞ്ഞാൽ പോക്കറ്റ് വീറ്റോ എന്നുള്ളത് മാറി അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുന്നു. രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ആ ബില്ല് എത്ര കാലം ഇരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി മനോരമ കൈകാര്യം ചെയ്യുന്നു. ദേശാഭിമാനി മഴയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ലീഡായിട്ട് കൊടുത്തിട്ടുള്ളത്. തീവ്ര മഴ തുടരുന്നു, അതീവ ജാഗ്രത എന്നാണ്. 38 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു, 21 വീട് പൂർണ്ണമായും 586 വീട് ഭാഗികമായും തകർന്നു എന്ന് പറഞ്ഞിട്ട് മഴക്കെടുതിയുടെ വിവരങ്ങൾ മാതൃഭൂമിയിൽ എനിക്ക് സർക്കാർ ജീവനക്കാർക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ്. അതെ, മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശമ്പള പരിഷ്കരണം ഉണ്ടാകും. ഈ ഗവർണർ വാർത്തയില്ല, മെയിനായിട്ട് ഈ ശമ്പള പരിഷ്കരണമാണ്. അപ്പോൾ ക്ഷാമബത്ത ലയിപ്പിച്ച് ശമ്പളം കൂട്ടും, കമ്മീഷന് സാധ്യതയില്ല, പകരം സെക്രട്ടറി തല സമിതി. വാർത്ത എങ്ങനെയാണ്? സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചെങ്കിലും മുൻകാലങ്ങളിലേതുപോലെ പ്രത്യേക കമ്മീഷൻ രൂപവൽക്കരിക്കാൻ സാധ്യതയില്ല. അതാണ് അതായത് ക്ഷാമബത്ത ലയിപ്പിച്ച് പുതിയ ശമ്പള സ്കെയിൽ വരാൻ പോകുന്നതാണ്. ശമ്പള പരിഷ്കരണം ഉണ്ടാവും, അതിനൊരു കമ്മീഷൻ ഉണ്ടാവില്ല. അത് സർക്കാർ സാധാരണ പോകുന്ന സമയത്തുണ്ടാവുന്ന ഒരു ആചാരമാണ്. ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചു പോവുക, അടുത്ത സർക്കാരിന് ബാധ്യതയാവുക എന്ന്. അപ്പോൾ മനോരമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മളുടെ പാലക്കാട് നിന്നും ഇക്ബാൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്ത തന്നെയാണ്. ആദിവാസി യുവാവിനോട് അട്ടപ്പാടിയിൽ കാണിച്ച ക്രൂരതയാണ് മനോരമ മറ്റൊരു പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. മർദ്ദിച്ച് കൈകെട്ടി തൂണിൽ ബന്ധിച്ചു. മർദ്ദനം വാഹനത്തിന് മാർഗതടസ്സമുണ്ടാക്കിയെന്നാരോപിച്ച് സിജുവിനെയാണ് മർദ്ദിച്ചത്. അട്ടപ്പാടി വാഹനത്തിന് മാർഗതടസ്സമുണ്ടാക്കിയെന്നാരോപിച്ച് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ മർദ്ദിച്ചു. അഗളി ചിറ്റൂർ ഉന്നതിയിലെ സിജു 19 വയസ്സേ ഉള്ളൂ ക്രൂരമർദ്ദനത്തിനിരയായി. 29 ഉച്ച കഴിഞ്ഞ് 4ഓടെ ചിറ്റൂർ പുലിയറ റോഡിൽ കട്ടേക്കാടാണ് സംഭവം. റോഡിൽ ഇവിടെ നടന്നു വരികയായിരുന്ന സിജു കാൽ തെറ്റ് വീണപ്പോൾ മനഃപൂർവ്വം വാഹനത്തിന് മുന്നിൽ വീണതാണെന്ന് പറഞ്ഞ് അതുവഴി വന്ന പിക്കപ്പ് വാനിലെ 2 പേർ മർദ്ദിച്ചു എന്നാണ് മൊഴി. മർദ്ദനം സഹിക്കാനാവാതെ സിജു കല്ലെടുത്തെറിഞ്ഞു. ഏറുകൊണ്ട് പിക്കപ്പിന്റെ ചില്ലുപൊട്ടി. തുടർന്ന് വണ്ടിയിലുണ്ടായിരുന്നവർ യുവാവിനെ റോഡരികിലെ വൈദ്യുതി തൂണിൽ കെട്ടിയിട്ടു. അരമണിക്കൂറിന് ശേഷം അതുവഴി വന്ന പരിചയക്കാരാണ് അഴിച്ചുവിട്ടത്. യുവാക്കൾ പറയുന്നത് സിജു മദ്യപിച്ചിരുന്നുവെന്നാണ്. അങ്ങനെയാണെങ്കിൽ അഗളി എന്ന് പറയുന്ന അട്ടപ്പാടിയിലെ മദ്യനിരോധിത മേഖലയിൽ മദ്യം എങ്ങനെ എത്തി? സിജുവിനെ അല്ലല്ലോ കുറ്റം പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, അങ്ങനെ കെട്ടിയിട്ടൊക്കെ മർദ്ദിക്കാൻ പറ്റുമോ? അതാണ് കാര്യം. ഒരു വണ്ടിക്ക് മുമ്പിൽ വീണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മർദ്ദിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ എങ്ങനെയാണ് ആൾക്കൂട്ട മർദ്ദനത്തെ പ്രോത്സാഹിപ്പിക്കുക? മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിലെ പ്രധാനപ്പെട്ട വാർത്ത ഗാസയാണ്. പട്ടിണിച്ചോരയിൽ എന്ന തലക്കെട്ടോടു കൂടിയാണ് മാധ്യമം വാർത്ത കൈകാര്യം ചെയ്യുന്നത്. 600 ദിവസം 54,079 മരണം, കാപാലികതയുടെ പുതിയ ഘട്ടത്തിൽ ഗസ എന്നാണ് മാധ്യമം പത്രം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു പ്രധാനപ്പെട്ട എന്തെങ്കിലും വാർത്തകളുണ്ടോ മാതൃഭൂമിയിൽ? മാതൃഭൂമി എന്ന് പിന്നെ അൻവറിന്റെ കാര്യം തന്നെയാണ്. സമ്മർദ്ദത്തിലാക്കി കോൺഗ്രസ്. അൻവർ സമ്മർദ്ദത്തിലാക്കിയെന്നാണോ? സമ്മർദ്ദത്തിലാക്കി കോൺഗ്രസ്. അൻവറിനെ സമ്മർദ്ദത്തിലാക്കി. മനോരമയിൽ അൻവർ UDF-മായി സഹകരിക്കുമെന്ന് സൂചന എന്നാണ് മനോരമയുടെ ലീഡ്. തൃണമൂൽ കോൺഗ്രസിനെ UDF അസോസിയേറ്റ് പാർട്ടിയായി അംഗീകരിച്ചേക്കും എന്നുള്ളതാണ് മനോരമ ആ വിഷയത്തിൽ നൽകുന്ന സൂചന. അപ്പോൾ ഇതിപ്പോ ഈ മുൻപത്തെ കാലാവസ്ഥാ പ്രവചനം പോലെയാ, മഴ വരാനുള്ള സാധ്യതയും വരാതിരിക്കാനുള്ള സാധ്യതയും പരമാവധി സമ്മർദ്ദത്തിലാക്കി. എന്തായാലും അസോസിയേറ്റ് കക്ഷി എന്ന നിലയിൽ വരെ എത്തി. പൂർണ്ണ ഘടക കക്ഷിയായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വരണം. മറ്റൊരു കൗതുകരമായ വാർത്ത മനോരമ CPM-നും CPIക്കും കഴിഞ്ഞ വർഷം കിട്ടിയ 2023-24 സംഭാവനകളുടെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. എത്തിക്കുന്ന ഒരു കണക്കാണ്. അതായത് സംഭാവന CPM-നെ കടത്തിവെട്ടി CPI, CPM-ന് ലഭിച്ചത് 7,64,00,000 രൂപയാണ്. വളരെ കുറഞ്ഞ തുകയാണ്.
CPIക്ക് കേരളത്തിൽ നിന്ന് മാത്രം ലഭിച്ചത് 10,07,000 രൂപയോ ഇതെങ്ങനെ 7 ലക്ഷം രൂപയോ മറ്റുമാണ്. 10,07 ലക്ഷം രൂപ. ഇതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത് ഇതെങ്ങനെ? CPMനേക്കാൾ കേരളത്തിൽ കൂടുതൽ സംഭാവന CPIക്കാണെന്ന് മനോരമ പത്രം പറയുന്നു. 2023-24 CPMന് കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച മൊത്തം സംഭാവന എന്നുവെച്ചാൽ രാജ്യമൊട്ടാകെ കിട്ടിയത് വെറും 7,64 ലക്ഷം രൂപയാണ്. ഇതേ കാലയളവിൽ CPIക്ക് കേരളത്തിൽ നിന്ന് മാത്രം ലഭിച്ചത് 10,07 ലക്ഷം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടികൾ നൽകിയ കണക്കിലാണ് സംഭാവനയിൽ CPI CPMനെ കടത്തിവിട്ടത്. ഇതെങ്ങനെ പറ്റി നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്നത്. ബലിപ്പെരുന്നാൾ ജൂൺ 7-ാം തീയതിയാണ് അറിയപ്പെട്ട്. ശബരിമല മഴയുടെ കാര്യത്തിൽ അതിതീവ്ര മഴ 3 ദിവസം കൂടി ഉണ്ടാവും. ഒരു കാര്യം കൂടി പറഞ്ഞു പോകണം തോന്നുന്നു. നമ്മൾ ഈ കണ്ടെയ്നർ ഇതായല്ലോ, തീരത്തടിഞ്ഞല്ലോ. അപ്പൊ അതിൽ നിന്ന് ഈ പോളിയെത്തിലീൻ പോളിപ്രൊപ്പിലീൻ പോലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ തീരത്തടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ തരത്തിലൊരു അതൊരു എൻവയോൺമെന്റൽ പ്രശ്നമാണ്, പരിസ്ഥിതി പ്രശ്നമാണ്. ഒരു കാര്യം പ്രേക്ഷകർ ശ്രദ്ധിക്കുക, പല വാർത്തകളും തെറ്റായി പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ മത്സ്യം വാങ്ങി കഴിക്കാൻ പാടില്ല എന്ന് തുടങ്ങിയുള്ള തെറ്റായ പ്രചരണം. നിലവിൽ അങ്ങനെയൊന്നും സർക്കാർ ഔദ്യോഗികമായ ഒരറിയിപ്പും നൽകിയിട്ടില്ല. വിദഗ്ധന്മാരും അങ്ങനെ അറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. ഇപ്പോൾ മത്സ്യം വാങ്ങി കഴിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. നിലവിൽ നമുക്ക് സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരം ഒരു തടസ്സവുമില്ല. എന്നാൽ ഫിഷിംഗ് നടത്തുന്നതിന് ആ മേഖലയിൽ കുറച്ച് നിയന്ത്രണമുണ്ട് എന്നുള്ളത് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചു വശാവരുത് എന്ന് മാത്രം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട